65 ദിവസങ്ങളിലേറെ പിന്നിട്ട ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്നും ആരൊക്കെയാകും ടോപ്പ് 5-ൽ എത്തുകയെന്ന പ്രവചനങ്ങളും വിലയിരുത്തലുകളുമായി പ്രേക്ഷകർ ഇപ്പോൾ തന്നെ സജീവമായി കഴിഞ്ഞു. ഈ കൂട്ടത്തിൽ പലരും പറയുന്നത് ജിൻഡോ ആയിരിക്കും ഈ സീസണിലെ വിജയി എന്നാണ്. എന്നാൽ മറ്റുള്ള സ്ഥാനങ്ങളിൽ ചില അപ്രതീക്ഷിത പേരുകളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇവിടെ ഇതാ ജിൻഡോയെ 1-ാം സ്ഥാനത്ത് കാണുന്ന ഒരു വിലയിരുത്തൽ അൻസിബ 2-ാമത് എത്തിയേക്കുമെന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത്. അതിനുള്ള കാരണങ്ങളും സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രേക്ഷകൻ ചൂണ്ടിക്കാണിക്കുന്നു. ആ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: ഇപ്പോഴത്തെ പോൾസ് ആൻഡ് ഓൺലൈൻ വോട്ടിംഗ് പ്രകാരം ടോപ്പ് 3 എത്താൻ സാധ്യത ജിൻഡോ, അൻസിബ, അർജുൻ എന്നിങ്ങനെയാണ്. ഇവരെ കൂടാതെ അഭിഷേക്, ജാസ്മിൻ, സിജോ, ശ്രീതു എന്നിവരിൽ ആരെങ്കിലും 2 പേർ 4-5 സ്ഥാനങ്ങളിൽ വരും. ജിൻഡോയ്ക്ക് ലഭിക്കുന്ന ഒരു മാസ് സപ്പോർട്ടാണ് അഭിഷേകിൻ്റെ ടോപ്പ് 5 സാധ്യത ഇല്ലാതാക്കുന്നത്. ഏതാണ്ട് ഒരേ ടാർഗറ്റ് ഓഡിയൻസിൽ നിന്നുമാണ് ഇരുവർക്കും വോട്ട് ലഭിക്കുന്നത്. തുടക്കം മുതൽ ഇല്ലാതിരുന്നതും യെല്ലോ കാർഡ് കിട്ടിയ ശേഷം ഉൾവലിഞ്ഞു നിന്നതുമാണ് അഭിഷേകിനെ പ്രേക്ഷകരിൽ നിന്നും അകറ്റിയത്. ഇറങ്ങിക്കളിക്കുകയാണെങ്കിൽ ജിൻഡോയേക്കാൾ അർഹത ഉള്ള വ്യക്തിയാണ് അഭിഷേക് ശ്രീകുമാർ. അൻസിബയുടെ മുന്നേറ്റമാണ് ജാസ്മിൻ്റെ ടോപ്പ് 3-ലേക്കുള്ള പ്രവേശനത്തിന് തടയിടുന്നത്. അൻസിബയ്ക്ക് ബേസിക്കായി കിട്ടുന്നതിന് പുറമെ ജാസ്മിൻ ഹേറ്റേഴ്സിൻ്റെ ഒരു വലിയ പിന്തുണ ലഭിച്ചാൽ അൻസിബയ്ക്ക് ഫസ്റ്റ് റണ്ണറപ്പ് ആവാൻ സാധിക്കും. കാരണം നിലവിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്ന ഫീമെയിൽ കണ്ടസ്റ്റൻറ്റും ജിൻഡോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ലഭിക്കുന്ന മത്സരാർത്ഥികളിൽ ഒന്ന് അൻസിബയാണ്. ഈ യൂണിവേഴ്സിൽ ഒന്നും പെടാതെ ക്യൂട്ട്നെസ് കൊണ്ടും ഫ്രണ്ട്ഷിപ്പ് കോംബോ കൊണ്ടുമൊക്കെ ഫാൻ ബേസ് ഉണ്ടാക്കി എടുത്തവരാണ് അർജുൻ ആൻഡ് ശ്രീതു. ഇവരിൽ ഒരാൾ ടോപ്പ് 5 ഉറപ്പാണ്. കൂടുതലും സാധ്യത അർജുനാണെങ്കിലും തമിഴ്നാട് വോട്ട്സ് ശ്രീതുവിനും സാധ്യത നൽകുന്നുണ്ട്. കാട്ടുതീയായി തിരിച്ചു വന്ന സിജോ പക്ഷേ ശാന്തനും സ്നേഹശീലനുമായ ഒരു സഹോദരൻ റോളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗെയിം നന്നായി മനസ്സിലാക്കി കളിക്കാനും നല്ല ഫയറോടെ സംസാരിക്കാനും കഴിയുന്ന മത്സരാർത്ഥിയാണ്. പക്ഷേ ജിൻഡോ, അർജുൻ, അഭിഷേക് എന്നിവരോടൊപ്പം മുട്ടുമ്പോൾ ടോപ്പ് 5-ലേക്ക് എത്താനുള്ള സാധ്യത വിദൂരമായി കൊണ്ടിരിക്കുകയാണ്. അവസാനമായി ജാസ്മിൻ ഗബ്രി കോംബോ ഇല്ലായിരുന്നെങ്കിൽ ജിൻഡോയുമായി നല്ല ടൈറ്റ് മത്സരം നടത്താനും കപ്പടിക്കാൻ സാധ്യത ഉണ്ടെന്നും പറയാമായിരുന്നു. അൻസിബയ്ക്കും അഭിഷേകിനുമൊപ്പം സിജോ, ശ്രീതു മുന്നേറിയാൽ ജാസ്മിൻ്റെ ടോപ്പ് 5 സാധ്യതയും മങ്ങും. നിലവിൽ അഭിഷേക് മുന്നേറുന്ന അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ 5-ാം സ്ഥാനത്തിനു വേണ്ടി ജാസ്മിൻ, സിജോ, ശ്രീതു എന്നിവർ തമ്മിലുള്ള മത്സരം കാണാം.